ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഈ ഭയങ്കരമായ ചൂട് കാലത്ത് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് വരുമ്പോഴത്തേന് ചൂട് കൊണ്ട് മുഖമൊക്കെ കറുത്ത് കരിവാളിച്ച് ഇനി റൂമിനകത്ത് തന്നെ ഇരുന്നാൽ പോലും വല്ലാതെ ഡ്രൈനെസ് ഒക്കെ ആയിപ്പോവും നമ്മുടെ സ്കിന്ന്. അപ്പോൾ അതിനൊരു റെമഡിയായിട്ട് നല്ലൊരു സ്ക്രബും അതുപോലെ തന്നെ നല്ലൊരു പാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിലുപയോഗിച്ചിട്ടുള്ളത് കോഫിയും തൈരുമാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ആദ്യത്തെ സ്ക്രബ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള തൈരെടുക്കാം. നല്ല പുളിയുള്ള കട്ടയായ തൈര് വേണം. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. തൈര് നല്ലൊരു സ്കിൻ വൈറ്റനിങ് ഏജൻറ്റാണ്, അതുപോലെ തന്നെ കോഫി പൗഡറും. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന ഹണിയാണ്. 1/2 ടേബിൾ സ്പൂൺ അളവിലുള്ള ഹണി ചേർത്ത് കൊടുക്കാം. ഇനി ഹണി ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, ചിലർക്കൊക്കെ ഹണി അലർജിയാണെന്ന് പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഹണി ഒഴിവാക്കാം. എങ്കിലും കോഫി പൗഡറും തൈരും മസ്റ്റാണ്. ഇനി വേണ്ടുന്നത് റൈസ് പൗഡർ. ഞാനിവിടെ ഇടിയപ്പത്തിനും അപ്പത്തിനൊക്കെ എടുക്കുന്ന റൈസ് പൗഡറാണ്. ഒരുപാട് തരിയില്ല, പക്ഷേ ചെറിയ തരിയായിട്ടുള്ള റൈസ് പൗഡർ. ഇത്രയുമാണ് സ്ക്രബിങ്ങിന് വേണ്ടുന്നത്. ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് മുഖം നന്നായിട്ടൊന്ന് കഴുകുക. എന്തെങ്കിലും ഒരു ഫേസ് വാഷോ കടലമാവോ അല്ലെങ്കിൽ ഓട്സ് പൊടിയോ ഒക്കെ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കഴുകുക. അതിനുശേഷം ഇത് അപ്ലൈ ചെയ്ത് നല്ലൊരു മസാജ്, ഒരു 2 മിനിറ്റെങ്കിലും നന്നായിട്ട് മസാജ്, പ്രത്യേകിച്ച് നമ്മുടെ മൂക്കിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ പിരികത്തിൻ്റെ സൈഡിൽ, വായുടെ ചുണ്ടിന് താഴെ അങ്ങനെയൊക്കെയുള്ള ഭാഗത്ത് നല്ല മസാജ് ചെയ്യുക. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഓളാക്കി കൊടുക്കുകയാണെങ്കിൽ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മുഖം മൊത്തം അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നല്ല സോഫ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ അരിപ്പൊടി ചേർത്തിട്ടുണ്ടായിട്ട് നല്ല സ്ക്രബാണ് എന്ന് കരുതി ഒരുപാട് കട്ടിയുള്ള തരിയുള്ള അരിപ്പൊടി ചേർക്കരുത്. അതൊന്ന് കഴുകി കളഞ്ഞതിന് ശേഷം ഇനി നമുക്ക് അടുത്ത പാക്ക്. അപ്പോൾ 2 മിനിറ്റെങ്കിലും സ്ക്രബ് ചെയ്യണം. പാക്കിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള തൈരും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിലുള്ള കോഫി പൗഡറും, പിന്നെ ഒരു പിഞ്ച്, ഒരല്പം മതിയാവും മഞ്ഞൾപ്പൊടി. ഞാൻ സാധാരണ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡർ ഉള്ളവർക്ക് അത് വേണമെങ്കിലും എടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ അത്ര മാത്രം മതിയാവും. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ നേരത്തെ സ്ക്രബൊക്കെ ചെയ്ത് ആദ്യമേ ക്ലെൻസ് ചെയ്തു, പിന്നീട് സ്ക്രബ് ചെയ്തു. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് സ്കിൻ. ഈ ഒരു സമയത്ത് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുക. പാക്ക് അപ്ലൈ ചെയ്താൽ 20 മിനിറ്റെങ്കിലും ഇതിനെ ഒന്ന് ഉണങ്ങാൻ അനുവദിക്കുക. അതിനുശേഷം ചെറുതായിട്ട് കൈയൊന്ന് നനച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കഴുകിക്കളയാം. നല്ല സ്കിൻ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കി എടുക്കുന്നതിന് നല്ലതാണ്. പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്തുള്ള കരിവാളിപ്പ്, അതുപോലെ സ്കിന്നിനകത്തുണ്ടാകുന്ന സൺ ഡാമേജസ് ഒക്കെ മാറ്റുന്നതിന് വളരെ നല്ലൊരു പാക്കാണ്. നല്ലൊരു ബ്രൈറ്റനിങ്ങും കിട്ടും. 20 മിനിറ്റ് പാക്ക് അപ്ലൈ ചെയ്ത് ഉണങ്ങുമ്പോൾ നോർമലായിട്ടുള്ള വെള്ളത്തിൽ കഴുകി കളഞ്ഞതിന് ശേഷം നമ്മുടെ റോസ് വാട്ടർ മുഖത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നല്ലൊരു മോയ്സ്ചറൈസർ, ഏത് മോയ്സ്ചറൈസറാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ മോയ്സ്ചറൈസർ മുഖത്ത് അപ്ലൈ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. അതുപോലെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും, ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വീണ്ടും പറയുകയാണ്. അടുത്ത പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്കുടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.